ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. ചായക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആവിയെല്ലാം പറക്കണം. ഇനി നമ്മൾ ഈ ചെക്കിലങ്ങോട്ട് എടുത്തേക്കും. നമ്മൾ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മളെ ഇന്നത്തെ രാവിലത്തെ കറക്കിയുള്ളത്. 2 ഉരുളക്കിഴങ്ങ്, 2 ഉള്ളി, ഒരു കുഞ്ഞി തക്കാളി, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇതുകൊണ്ട് നമുക്കൊരു ഇഷ്ടക്കറി വെക്കാം. എന്നിട്ട് പുട്ടും ചൂടാം. ഇച്ചിരി കറി മതിയെന്ന് പക്ഷേങ്കിലും നമ്മുടെ പുട്ട് ഇതാ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിലില്ല. കോതമ്പത്തിൻ്റെ പുട്ട്, ഇഷ്ട കറി. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എണീച്ച് വർക്കിനൊക്കെ പോയോ? സമയം എത്രയേ? 8 ആയിട്ടുള്ളൂ കേട്ടോ. 8 ആകുമ്പോഴത്തേന് നമ്മൾ എന്തെല്ലാം ആയി ഇവിടെ. നമ്മളെ പുട്ടും ഇഷ്ടകറി ആയി. ഉണ്ണിയേട്ടൻ ചായ കഴിച്ച്, അമ്മായി ചായ കഴിച്ച് പോയി. നമ്മൾ ചായ ഒന്നും കഴിച്ചില്ല. നമ്മളെ ചോറ് വെന്ത് നമ്മളിതാ കുഞ്ഞി സാമ്പാർ വെക്കാൻ പോവാണ്. ഒരു സവാള, 2 വെണ്ടക്ക, ഒരു വൈദിന, ഒരു കുഞ്ഞി കഷ്ണം കയ്പങ്ങ, പിന്നെ നമ്മളൊരു 3-4 തക്കാളി, കുഞ്ഞി തക്കാളി, ഒരു കിഴങ്ങ്, പിന്നെ ക്യാരറ്റ് ഒന്ന്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു സാമ്പാർ പെട്ടെന്ന് നമ്മൾ വറുത്തരയ്ക്കൊന്നും ചെയ്യാണ്ടൊരു സാമ്പാർ. ഇനി നമുക്കതിലേക്കൊരു 2 മണി പരിപ്പിട്ടാൽ മതി. ഗ്യാസാണെന്ന് നമുക്ക് കുറച്ച പരിപ്പ്, ഇത്തിരി കറി മതി. ഇതൊക്കെ കറിയൊക്കെ ചിന്താനുള്ളതാണ്. ഒറ്റ നേരത്തെ ചോറാണ്. രാത്രി ആർക്കും ചോറ് വേണ്ട, അമ്മായിക്ക് വരെ വേണ്ട. എന്നാലും പിന്നെ ഉപ്പേരി ഉള്ളതിനെ കൊണ്ട് ബാക്കി ഉപ്പേരി കളയണ്ടേ വിചാരിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്ന അമ്മായി. അപ്പോൾ നമ്മൾക്ക് സാമ്പാർ കറിയിലേക്ക് പോയാലോ? സാമ്പാർ കറി ആർക്കാ വെക്കാൻ അറിയാത്തത്? നമ്മൾ ഉഡായിപ്പ് സാമ്പാർ കറി ആർക്കറിയില്ല. അപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്നു. അതാണ് നമ്മളിന്ന് കടമണ. അപ്പോൾ നമ്മളിത് കഴുകിയിട്ട് വരാം. കുഞ്ചി പരിപ്പാട്ട്. അങ്ങനെ നമ്മൾ പരിപ്പൊക്കെ കഴുകി കുക്കർ ഇവിടെ വെച്ച് പരിപ്പാണ് കഴുകും. എല്ലാം തോന്നിച്ചിട്ടോ ഒരൊറ്റ വിസല്. ഒരു വിസലിൽ പരിപ്പ് പോകില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കയ്പങ്ങട്ട്, വൈദ്യനും എല്ലാം ഇടാൻ പോകാം. നമ്മൾ വെണ്ടക്കെട്ടാലും ഒരു സുഖം ഉണ്ടാവില്ല. അളിഞ്ഞ് ബ്ലിഞ്ഞുണ്ടാവും. ഒരൊറ്റ പച്ചമുളകാണ് നമ്മൾ സാമ്പാറിലിടുന്നത്. ഉള്ളി, കിഴങ്ങ്, തക്കാളി എല്ലാം കൂടി നമ്മളിതിലിട്ടിട്ട്, പിന്നെ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണോ, ഹാപ്പി ആയിട്ടിരിക്കണോ, നല്ല മക്കളായിട്ട് അമ്മ പറഞ്ഞതൊക്കെ കേട്ട് ചായയൊക്കെ കഴിച്ചോട്ടാ. ചായ കഴിക്കാത്ത പോയ അമ്മമാർക്ക് സങ്കടം ഉണ്ടാവട്ടാ. അവർ തട്ടിപ്പടിഞ്ഞ് നീച്ചിൻ്റെ മക്കൾ പോകുമ്പോഴത്തേനൊക്കെ ആക്കട്ടെ, അവരെന്തേ കഴിക്കട്ടെ എന്നൊക്കെ അവരെ മനസ്സിലുണ്ടാവാം. നമ്മളെ മോൻ ഇന്ന് നീച്ചില്ല, എന്തിനാവോ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ മഞ്ഞപ്പൊടി ഇടാൻ പോകുന്നു. ഒക്കെ പാട്ടകളാണ്, നല്ല ഒരേപോലത്തെ പാട്ടകളൊക്കെ വാങ്ങും. നമ്മളെ മോളെ വീട്ടിൽ പോയാലില്ലേ, കൊണ്ടായ വീട്ടിൽ പോയാൽ നമ്മളങ്ങോട്ട് അടുക്കളയ്ക്ക് കയറും. ഞാൻ അവിടെ പോയി അടുക്കള കയറും. എൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണോ എൻ്റെ അമ്മ. അയ്യോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അടുക്കളയൊക്കെ ഇങ്ങോട്ട് കയറിയാൽ അവളെ വീട്ടിലെല്ലാ പാത്രം സ്റ്റീലിൻ്റെയാണ്. ഞാൻ എന്തെല്ലാം തരയണം കാരണം ഞാൻ പറയും ഒക്കെ എടുത്തേക്ക് ഇവിടെ എന്നിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മൾ മഞ്ഞപ്പൊടി ഇതാ. എൻ്റെ മോള് പറയും അമ്മ ഇനി ലേബിൾ ഒട്ടിക്കാൻ ഇട്ടോന്ന് പറഞ്ഞിരിക്കണേ ഞാൻ അടുക്കളക്കിടക്കണക്കിൽ. അപ്പം നമ്മൾ മല്ലിപ്പൊടി, നമ്മളെ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടാൽ മതി. നമ്മൾ സാമ്പാറും പൊടി ഇട്ടു. മല്ലിപ്പൊടി നമ്മൾ അടുക്കളയൊക്കെ നല്ല സൂപ്പറാട്ടോ. അപ്പം നമ്മൾ നല്ല പാത്രങ്ങളൊക്കെ കഴിക്കുന്നതായിരിക്കും. നമ്മൾ ഇച്ചിരി മുളകും പൊടി, ഇത്തിരി മതിന്, ഇത്രേ വേണ്ട. അങ്ങനെ മുളകും പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, നമ്മളതൊക്കെ അങ്ങോട്ട് തന്നെ വെച്ചാലോ. അതൊക്കെ അങ്ങോട്ട് വെച്ച് അങ്ങനെ നമുക്ക് നമ്മൾ ഉപ്പ് മരുന്ന് ഇവിടെ വെച്ചത് നമ്മൾ സ്റ്റാൻഡിൽ ഒരു കാലിൽ പോയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം വീണ എൻ്റെ മൊബൈൽ അവിടെ നിലത്ത് കിടക്കും. അപ്പം നമ്മൾ ഉപ്പിട്ട് നമ്മളിനി വെള്ളമൊഴിച്ച് ഇനി ഒരൊറ്റ വിസലടി. ഞാൻ സാമ്പാർ എന്നൊക്കെ പറഞ്ഞു വെറുതെ എൻ്റെ കുട്ടികളടുത്തേക്ക് ഞാൻ വരുന്നതാണ്. ഞാൻ വരുന്നുണ്ട്, കഥയെല്ലാം പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിലോ, എൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിലോ. അയ്യോ, എന്ത് നല്ല കുക്കിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഉടായ്പ കുക്കിംഗ് ആർക്ക് വേണമല്ലേ. അങ്ങനെ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കായപ്പൊടി, സാമ്പാർ പൊടിയൊക്കെ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഇത്തിരി പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് തുള്ളിക്കും.
സാമ്പാറിനെ തുള്ളിക്കും. അപ്പം ഇതിട്ട് കൊടുക്കും. അപ്പം ഇതിൻ്റെ ചൊയം പുളി ഒന്ന് പോലെ തിളച്ച് മറിയുമ്പോൾ ഈ സാമ്പാറിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോകുന്നേ. പിന്നെ വെളുത്തുള്ളി കുത്തി ചതച്ചിട്ട് നമ്മൾ വറവയിൽ ചേർത്തി കൊടുത്താൽ ആ സാമ്പാർ ഒരു പ്രത്യേക രുചിയുണ്ട്. ഇവിടെ നിവിൻപോളി പറഞ്ഞ മാതിരി ആ കാറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏത് ചിതലും ഇവിടെ ഓർമ്മയില്ല. അപ്പം ഇനി നമുക്ക് നമ്മൾ ഉണ്ണിയേട്ടൻ കുഞ്ഞു കുഞ്ഞ് വൈദ്യനാണ് കൊണ്ടുവച്ചത്. അതുകൊണ്ട് നമുക്കൊരു ഫ്രൈയോ ഉപ്പേരിയോ എന്തെങ്കിലും വെക്കാം. ഇന്ന് ഉപ്പേരി ആക്കാം. അപ്പം എൻ്റെ കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് എന്തൊക്കെയാ ഇന്ന് വിശേഷം? സുഖല്ലേ? ഹാപ്പി അല്ലേ? നല്ല ഡേ ഇന്ന്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നല്ല എനർജി ഉണ്ടാവട്ടെ. വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു മടുപ്പും ആവിയുമ്പോൾ എന്തുണ്ടാവാണ്ടിരിക്കട്ടെ. ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നല്ല ഫുഡായിട്ട് ഇരിക്കട്ടെ. അമ്മ തന്ന ഫുഡ് തുറന്ന് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കട്ടെ. മീൻ പൊരിച്ചൊക്കെ ഉണ്ടാവട്ടെ. നോൽപ്പുള്ളവർ നല്ല ഭക്തിപൂർവ്വം മീൻ പൊരിച്ചതിനെ കുറിച്ചേ പറയാൻ പാടില്ല. നമ്മൾ പിന്നെ അങ്ങനെ ആയി പോയിന്ന്. അതിത്തിരി അങ്ങനെയാ. അത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മളെ സാമ്പാറൊക്കെ വിസലടിച്ച് നമ്മൾ ഓഫാക്കി. ഇനി നമ്മളിതാ വെളുത്തുള്ളി പൊളിക്കാണ്. അത് നമ്മൾ വറവിലേക്കാണ് ചേർത്ത് കൊടുക്കണത്. അപ്പോഴേക്കും നമ്മൾ ചോറ് വാർത്ത് വെച്ച് കുറച്ച് മലയാള സോങ്ങൊക്കെ കേട്ട് ആടി വാക്കാറ്റി പാടി വാക്കാറ്റി ആയിരം പൂക്കളിനുള്ളിൽ വാ മഞ്ഞു ഞാലാട്ടും മന്ദാര പൂക്കളിനുള്ളിൽ വാ. അപ്പം നമ്മൾ മോള് പറഞ്ഞിട്ടൊരു സോങ് പഠിക്കും. നമുക്ക് പെട്ടെന്ന് ഉദിക്കണതാണ്. ഇവിടെയാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ ഒക്കെ ഏതെങ്കിലും പാട്ടൊക്കെ നല്ല ഫീൽ തോന്നിയാലോ ഒക്കെ ഏട്ടൻ എനിക്കിതൊന്ന് പാടിക്കൊണ്ടാറ്. അതേമാതിരി ഇന്നലെ ഏട്ടനെ വിളിച്ച് കണ്ട ഏട്ടൻ എനിക്ക് ആ വരി തന്നെ പാടിക്കൊടുക്കണം. അപ്പോൾ എന്താ അറിയില്ല അവൾ പറഞ്ഞാൽ പാടിക്കൊടുക്കില്ല. ആ പറഞ്ഞാലും തച്ചൊക്കെ പാടില്ല. അങ്ങനെ അവൻ പാടിക്കൊടുത്ത് ഞാൻ പറയടാ ഒന്നിക്ക് കൊണ്ടുവരാ എനിക്കൊന്ന് യൂട്യൂബിലിടാം. അപ്പോൾ അവൻ തന്നപ്പോൾ ഞാൻ അവരെ രണ്ടാളും കൂടി ഒരു കുഞ്ഞിലുള്ള പിക്കൊക്കെ പാടുന്നതിൽ ആഡ് ചെയ്ത് നമ്മൾ ഷോർട്സിൽ അങ്ങോട്ട് ഇട്ടിട്ടു. ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞ തെറ്റിൻ്റെ ക്ഷമയില്ല. നമ്മളിതൊന്നും മാറ്റാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി തോലിച്ച് ഇനി നമ്മൾ ഈ വെളുത്തുള്ളി താളിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെണ്ടക്ക ഇട്ടെടുക്കും. വെണ്ടക്ക ഇട്ടെടുത്ത് ഉണക്കമുളക് ഇട്ട് പൊട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെണ്ടക്ക ഇടാം. എന്നിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് സാമ്പാറും പൊടി ഇട്ട് ഒന്ന് തുള്ളിയിട്ട് സാമ്പാർ റെഡി. ഞാനൊരു കാര്യം ചെയ്തു. നമ്മളെ വൈദ്യുതി വട്ടത്തിലരിഞ്ഞ് ചിക്കൻ മസാലയും ഗരം മസാലയും ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പ് പൊടിക്കെട്ടിട്ട് കുഴച്ച് വെച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്ന് ഇങ്ങനെ സാട്ടുകൂട്ടാക്കി അങ്ങോട്ട് പോകും. ഓരോ ദിവസങ്ങൾ നമ്മളങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ അമ്മായിയൊക്കെ ഒന്ന് ചായ കഴിച്ച് വാവാവ് പടം പോയി. ഇപ്പം എന്താ അറിയില്ല. അല്ലെങ്കിൽ വാവാവ് ഒന്നും പാടാൻ അമ്മായി പോകില്ല. അപ്പം അമ്മായിക്ക് അല്ലെങ്കിൽ വാവാവ് പാടാൻ പോകണം. പോയിക്കോട്ടെ ഞാൻ പറയും പോയി കിടന്നോളിന്നത്. നമുക്ക് വീഡിയോ ചെയ്യുമ്പം ശല്യമാവില്ല. കാരണം ഞാൻ വീഡിയോ കൊണ്ട് എടുത്ത ചപ്പം വരും. ബേബിയെ അത് ബേബിയെ ഇത്. അപ്പോൾ ഞാൻ പറയണ്ടാവില്ല കേൾക്കാം. അപ്പോഴേക്ക് ഞാൻ പിന്നെ ആ വീഡിയോ ഒഴിവാക്കണം. അപ്പോഴേക്ക് ചെറുതല്ലെന്നൊക്കെ കിറുക്കൊക്കെ വരും. അപ്പം നമ്മളിതാ ഉള്ളി പൊളിച്ചും കൊണ്ട് നിൽക്കാനിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വെണ്ടയ്ക്കും കൂടി തളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറായി കറിയായി. നമുക്ക് കഥ പറയാൻ പോവാണ്ട്. ലജ്ജാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരന്റെ പൂവമ്പു കണ്ടു. മല്ലീശ്വരന്റെ പൂവമ്പു കണ്ടുന്ന്. അപ്പം മല്ലീശ്വരൻ്റെ പൂവമ്പ് അവിടെ കൊണ്ട്. അതാണ് ആ പാട്ടിൻ്റെ അർത്ഥം. നമ്മൾ ഉണ്ണേട്ടൻ പാട്ട് പാടിയില്ലെങ്കിൽ അർത്ഥങ്ങളൊക്കെ പഴയ പാട്ടൊക്കെ ഭയങ്കര ആരാധനയാണ്. മൂപ്പർക്ക് വലിയ മൂളാനും പിടിക്കാനൊന്നും അറിയില്ല. എന്നിട്ട് ആ പാട്ടിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴൊക്കെ അപ്പം എനിക്ക് തോന്നും മൂപ്പരാണോ ഈ പാട്ടൊക്കെ എഴുതിയതെന്ന്. അങ്ങനെയാണ്. ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഫസ്റ്റിലൊക്കെ നമ്മളിങ്ങനെ കേട്ടിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടാൽ പോകാതിരിക്കും. എനിക്കറിയാം വരിയൊക്കെ എന്താണെന്ന് ഇനി മതി പറഞ്ഞത്. ഇപ്പോഴും വേണമെങ്കിൽ അതിനെ പറ്റിയിട്ട് ഏതെങ്കിലും പാട്ടിട്ട് എന്നിട്ട് ആ പാട്ടിൻ്റെ വരി എന്തെങ്കിലും ചോദിക്കേണ്ട താമസമുള്ളൂ. ആ പാട്ടിൻ്റെ വരികൾ മുഴുവനും പറഞ്ഞു തരും. അതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇന്നാൾ പാടിയ പാട്ടില്ലേ അതിന്
എനിക്ക് ഓർമ്മയില്ല. ഇനി ഒരു ദിവസം ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് ഏതാ പാട്ട് വരി ചോദിക്കും. അപ്പം ഉണ്ണേട്ട അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ പറഞ്ഞു തരാം, റെക്കോർഡ് ചെയ്തിട്ട് കയ്യിൽ വിടുന്നുണ്ട്. മൂപ്പര അത് ഭാവന എന്ന് പറയണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണ്ടത്തെ നടിയാടാറ് ജയപാർത്തി. പിന്നെ കുറച്ച് ഞങ്ങളൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് ഇഷ്ടമുള്ള നടിയാണ് ദിവ്യോണ്ണി. എന്നിട്ട് മോളെ ദിവ്യോണ്ണിയെന്ന് വിളിക്കണം. എന്നിട്ട് ഞാൻ പറയും ദിവ്യോണ്ണിയെ വിളിച്ചിട്ട് മോള് കൊലുപോലെ കൊണ്ട് ആവുന്നുണ്ട്, വിട്ടാ കുത്തിട്ടോളികൾ പറയും ദിവ്യോണ്ണി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഓരോ ഇഷ്ടങ്ങൾ. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാറിയാം? ജയനേനി. മൂപ്പര ചെറുപ്പത്തിൽ ഇഷ്ടം. ജയനെ കളിച്ച് വെക്കാൻ ഒരു നടന്മാരും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്, അത് നമ്മൾ സമ്മതിച്ചെടുക്കും. പിന്നെ മോഹൻലാലിന് കേട്ടോ. മോഹൻലാലിനെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ സാമ്പാറൊന്ന് വറവിട്ടേ. പപ്പടം മേടിക്കാൻ തന്നെ പറയാൻ മറന്നു. ഇന്ന് പപ്പടമില്ല. പപ്പടം ഇല്ലാണ്ട് എനിക്ക് ചോറ് ഇറങ്ങൂല. മീനില്ലെങ്കിൽ പപ്പടെങ്കിൽ വേണം. എന്താ ചെയ്യുക? ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ഇല്ലേ നമ്മളെ വൈദ്യുതിങ്ങൻ്റെ, അപ്പം നമ്മൾ സാമ്പാറൊക്കെ ഒന്നാക്കിയിട്ട് വരാവേ. അപ്പം നമ്മളെ കുക്കർ ഇത് എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളെ സാമ്പാർ ഇത് അവിടെ റെഡി ആയില്ല. നമ്മളെ പുളിവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ട് പുളിയൊന്നും ഇവിടെ അത്രയ്ക്ക് ഉണ്ണേട്ടന് പറ്റൂല കുട്ടികളെ. എനിക്കാണെന്നുണ്ട് ഇതൊക്കെ നല്ലോത്ര എരിവും പുളിയൊക്കെ എനിക്കിഷ്ടമാട്ടോ. ഉണ്ണേട്ടനൊന്നും ഇഷ്ടമല്ല. നമ്മൾ അച്ഛൻ്റെ ഒരു രീതിയൊക്കെ ഇരിക്കും. എൻ്റെ അച്ഛൻ എരിവും പുളി എല്ലാം മുളകിട്ടാൾ ശാന്തേ, മുളകിട്ട് വരട്ടിക്കാളെന്ന് അറിയാം. അപ്പം അമ്മ ഇതൊന്നും നന്നല്ല, ഹാർട്ടിന് കേടാണ്. ഇതൊക്കെയാണ് അച്ഛനോട് പറയാം. അച്ഛൻ പറയും ഒരു ജന്മമുള്ളടി, അത് നന്നായി ഭക്ഷണം വെച്ചിട്ട് അങ്ങോട്ട് മരിക്കാനാണ് മരിക്കട്ടെ. ചെറിയ പ്രായത്തിൽ മരിച്ചും കിട്ടണ്ട അച്ഛൻ. അപ്പം നമ്മളെ സാമ്പാറും പൊടി അങ്ങനെ നമ്മൾ സാമ്പാറും പൊടി കുറച്ച് വീത്തി നമ്മളെ സാമ്പാർ കുറച്ച് വെക്കണല്ലോ. സാമ്പാർ ഇവിടെ കഴിയരുത്. പൊളിയാണ്. പുളി ഇച്ചിരി കൂടിയാന്നുണ്ട്. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാറ്റു വന്നു കള്ളനെ പോലെ, കാട്ടുമുല്ലക്കുരുമ്മ കൊടുത്തു കമുകനെ പോലെ. എന്താ നമ്മളെ യേശുദാസ് പാടി തന്നെയല്ലേ? നമുക്കില്ലേ മലയാളമില്ലേ കുട്ടികളെ? സീപ്രന്തിന് തേങ്ങ കോർത്തരിക്കണം. നമ്മൾ ഇനി ഈ വെളുത്തുള്ളി ഇതാ ചതച്ച് വെച്ചിക്കണം. അതങ്ങോട്ട് ഉണക്കമുളകും രണ്ടെണ്ണം മതി കേട്ടോ. പിന്നെ കടുകും പൊട്ടിക്കും. എന്നിട്ട് നമ്മൾ സാമ്പാർ റെഡി. അങ്ങനെ നമ്മളെ സാമ്പാർ റെഡിയായി. നമ്മൾ കോപ്പയിലേക്ക് ആക്കാൻ പോകാം. നമ്മൾ കോപ്പയിലാക്കിയിട്ട് അങ്ങനെ സാമ്പാർ ഓഫാക്കി നമ്മൾ ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിന് വെണ്ടക്കൊക്കെ താളിച്ചിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് തിളപ്പിക്കും. ഈ വെച്ചിട്ട് എന്താ വെണ്ടക്ക ഇതിലിട്ട് തിളപ്പിക്കേണ്ടേ? നമ്മൾ അതിലിട്ടിട്ട് അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചോ. വെളിച്ചെണ്ണ കൂടി ഇനി ഒന്ന് കടുക് പൊട്ടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നേരാ ഒരിച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ വെണ്ടയ്ക്ക് അതിലൊന്ന് കിടന്നിട്ട് കൊഴുകൊഴുപ്പാക്കി ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മളെ കറി റെഡി. നമ്മൾ കടുകിട്ട് ഇതാണ് നമ്മളെ എന്ത് പറഞ്ഞുതരാം. അപ്പം പറഞ്ഞുതരാം. കടുകിട്ടോ. കടുക് എന്താ പൊട്ടാത്തെ? അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് ഞാൻ തന്നിട്ട് നമ്മളെ കറി വറവിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഉപ്പേരി റെഡിയാക്കും. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ നൃത്തം ചെയ്യുക. നമ്മൾ കറി വറവിട്ടിട്ടൊക്കെ നമ്മൾ വീഡിയോ നിർത്തുള്ളൂ. നമ്മളെ ചെടി ഇന്നും ഞങ്ങൾക്ക് കാണിച്ചു തരും. കാരണം ഈ ചെടി എനിക്ക് ഭയങ്കരമായിട്ട് എനർജി തരും. എനിക്ക് ഇവിടെ എന്തെങ്കിലും സ്റ്റാൻഡ് ഫിറ്റ് ചെയ്താൽ അവിടെയൊക്കെ ചെടി വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ അടക്കം അതിനൊന്നും പറ്റി അടക്കില്ല.
അങ്ങനെ നമ്മളെ കടുക് പൊട്ടുന്നുണ്ട്. പൊട്ടുന്നച്ച കേൾക്കുന്നുണ്ടോ? എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ എണീക്കുന്നു, പിന്നെ കുളിക്കിന് ജപ്പിന്, പിന്നെ ചായ ഉണ്ടാക്കണം, ചോറും കറി ഉണ്ടാക്കണം. ഇങ്ങനെ രാത്രിയാണ് നമ്മൾ കിടന്നു പറഞ്ഞാൽ നേരെ വിളിക്കുന്നത്. ഓരോ ദിവസം ഞാൻ നിൽക്കുമ്പോഴേക്കും ഓരോ ദിവസം ഞാൻ നിൽക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഓരോ വയസ്സ് കൂടിയിട്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കുറഞ്ഞ ദിവസങ്ങൾ എണ്ണപ്പെട്ടും കൊണ്ടിരിക്കും. അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഭ്രാന്താണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, എൻ്റെ വീട്ടിൽ സഞ്ചാരമുണ്ടോ? അപ്പം നിങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കേണ്ടത്. ഞാനിങ്ങനെ എന്തൊക്കെയോ വിവരമില്ലായ്മയൊക്കെ കുറച്ച് എല്ലാം കൂടി കലർന്ന് എല്ലാം ഉണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാ വിവരക്കേടും എൻ്റെ അടുത്തുണ്ട്. എല്ലാ കുഞ്ഞു നല്ല കലവരമായ കുഞ്ഞു എല്ലാം എനിക്ക് എവിടേക്കോ തോന്നി തെറിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ വിവരക്കേടല്ലോ. അതുകൊണ്ട് ഒന്നും പറയണ്ടാണ്. ഒറ്റപ്പൊടി പഠിക്കുകയും അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ വറവ് ഇതിലേക്ക് ഒഴിച്ചാളട്ടോ, നമ്മുടെ കൈ പൊള്ളൂ. നിങ്ങൾ വിചാരിക്കും എന്താ വെണ്ടക്ക വാട്ടാത്തുണ്ടോ? വെണ്ടക്ക വാട്ടാൻ പോവാണ് നമ്മൾ. വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ, വറവിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ സാമ്പാർ ഭയങ്കര ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ വെണ്ടക്കയിൽ ഇതാക്കി വെച്ചണം. അങ്ങനെ നമ്മൾ വെണ്ടക്ക വാടട്ടെ. നമ്മൾ തുള്ളി വെണ്ടക്ക വാടി നമ്മൾ തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിട്ട് തിളപ്പിക്കാത്തല്ല. ഇനി നമുക്ക് അടച്ച് വെക്കാം. നന്നായി നമുക്ക് താളി. ഇനി നമുക്ക് നമ്മുടെ കോഴി അത് ചിന്തത്തിൽ കേട്ടോ. ഈ ചിന്തത്തിൽ തന്നെയാണ് നമ്മൾ വെണ്ടയ്ക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ കുക്കിംഗ് വീഡിയോ സമാപ്തം. ചോറായി, സാമ്പാറായി, നമ്മൾ വെണ്ടക്ക താളിച്ച് വെച്ചാൽ സാമ്പാറായി. നമ്മൾ വരിങ്ങ പൊരിച്ചിനോ ഫ്രൈന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അതും പിന്നെ എന്താ മോരാക്കിക്കോ, പപ്പടം ഉണ്ടെന്ന് കൊണ്ടുപോയി കാച്ചിട്ട് നമ്മൾ ചോറുന്നോ. അപ്പം നമ്മൾ സാമ്പാർ പൊടിക്കെടുത്ത് വെച്ചേട്ടാ. അപ്പം ചാറ്റ പറയട്ടെ. അപ്പം ചാറ്റ, ലവ് യു. ഉമ്മ ചക്കര ഉമ്മ പഞ്ചാബ്. അയ്യോ, ഞാൻ എന്ത് പൊടിയാണ് ഇട്ടെന്ന് ഗൈസ്. വല്ലാത്തൊരു ടേസ്റ്റ്. സാമ്പാർ പൊടിക്ക് വന്നിരിക്കണ്ടോ? സാമ്പാർ പിക്കിൾസ് സാമ്പാറും പൊടിയാകുമ്പോലെ ഇനി സാമ്പാർ പൊടിയിലിട്ട് എന്തെങ്കിലും സാമ്പാർ പൊടി ഇവിടെ ഉണ്ടല്ലോ. ഇതപ്പെട്ട് ഇത് വൈദ്യുതിനൊക്കെ വൈദ്യുതിന്റെ കഥ എന്താണ്? സാമ്പാർ തന്നെയാണോ നോക്കുന്നത്? ഞാൻ എവിടേക്ക് വെച്ച് വീഡിയോ നോക്കിയത്. ഞാനിത് കട്ടാക്കൂല. എൻ്റെ അബദ്ധങ്ങളൊക്കെ നിങ്ങളും കൂടി എൻ്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ ഈ അബദ്ധങ്ങളൊക്കെ ചെയ്യണത്. അപ്പം നിങ്ങൾ അറിയണം. നോക്കട്ടെ, ഈ കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ്. അപ്പം വെളുത്തുള്ളിയിലൊക്കെ വറവിട്ട ടേസ്റ്റാട്ടോ. നമുക്ക് എന്ത് ചെയ്യുന്നവരാ, സാമ്പാർ വെച്ചോട്ടെ. അച്ചാറ് പൊടി ഇട്ടിട്ട് ഇച്ചിരി സാമ്പാർ വെച്ചിട്ട് സൂപ്പറാണ്. നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ടില്ല. നമുക്ക് കായപ്പൊടി ഇടാതെ കായപ്പൊടിയാണ് കായപ്പൊടി കായപ്പൊടി സാമ്പാറിൽ ഇത് തീർന്നീനി. അതൊന്ന് നന്നായി. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഒരു വിഡിത്തരങ്ങളും വിവരക്കേടുകളൊക്കെയാണ്. അങ്ങനെ നമ്മളെ വെണ്ടയ്ക്ക് അതിലായി. നമ്മൾ വെണ്ടക്കന്നെ മത്തിക്കരളം പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്ത് നമ്മളെ അച്ചാറ് പൊടി ഇട്ടിട്ട് സാമ്പാർ. വൈദ്യുതി ഉണ്ടാക്കാം. അപ്പൊ കാണിച്ച നല്ല രസം കിട്ടോ. അച്ചാർ പൊടി ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കിയത്.
ഇതൊന്ന് കഴുകിക്കാട്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ വൈദിനിങ്ങത്തോരൻ വൈദിനിങ്ങ ഫ്രൈ അതടുപ്പത്തേക്ക് കാട്ടി നമുക്കത് മൂടി വയ്ക്കാം. അടച്ച് വെച്ച് മൂടി വെച്ച് ഇങ്ങനെ ടാറ്റാ ബൈ ബൈ ചെയ്യുമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുങ്ങളോട്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാനിതാ സ്പെഷ്യൽ ഇന്ന് വരെ ഉണ്ടാക്കാത്തൊരു സാമ്പാർ നമ്മൾ ഉണ്ടാക്കി. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, വെറൈറ്റി. അപ്പോൾ അബദ്ധത്തിൽ ഉണ്ടാക്കിയതാണെങ്കിലും ഇതിനൊരു രസമൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണ്ട. അല്ല, നമ്മൾ സാമ്പാർ പൊടി ഇപ്പോഴും കൊണ്ടുവച്ച് പിന്നെ ഫ്രിഡ്ജിൽ പോയിട്ട് അച്ചാർ പൊടി ഇട്ടുണ്ടോന്ന്. പക്ഷേ ഇതിൽ കുഴച്ചതും ചിക്കൻ മസാലപ്പൊടിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അബദ്ധങ്ങളാണ്, ഇതൊന്നും നമ്മൾ കട്ടാക്കില്ല. എന്ത് കട്ടാക്കണം, നമ്മൾ എല്ലാവരും നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അബദ്ധത്തിലും നമുക്ക് ടേസ്റ്റ് വെച്ചിട്ട് നമുക്ക് സാമ്പാർ വെക്കാം. അപ്പോൾ ഉടായിപ്പ് സാമ്പാർ ഇതാണ് അബദ്ധ സാമ്പാർ എന്ന് പറയാം. ഇനി നമുക്ക് അത് വെക്കാം. ലവ് യു ഉമ്മ, ചക്കരമ്മ, പഞ്ചാരമ്മ. എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇടയായിരിക്കും. സമയം എത്രയായി? 9:20 ആയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് പോകാൻ. നമ്മൾ ഫുൾ ബിസിയാണ്, നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കണം, ഹാപ്പി ആയിരിക്കും. ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ ഈ യൂട്യൂബിൽ. അങ്ങനെ നമ്മളെ വൈദ്യുതി അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നത്. നമുക്ക് ഇത്തിരി കൂടി വെക്കണം കേട്ടോ. അങ്ങനെ ഇവിടുന്ന് മുരമുരാ മുരിയട്ടല്ലേ. നമ്മൾ വൈദ്യുതി പൊരിഞ്ഞു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് അടക്കള പൂട്ടി നമ്മളെ സാമ്പാർ റെഡി. നമ്മളെ വൈദ്യനപ്പൊരി റെഡി. നമ്മളിന്ന് മോരല്ല തൈരാണ് ആക്കിയത്. തൈര് റെഡി. സ്പൂണ് നമുക്ക് ഇട്ടാം. അപ്പോൾ നമ്മളൊക്കെ എടുത്ത് വെച്ച് ടാറ്റ ബൈ ബൈ കറിയൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് ചോറ് വെച്ച് വാർത്ത് വെച്ച് അങ്ങനെ നമ്മളെ പണി കഴിഞ്ഞ് നമ്മൾ രക്ഷ ബേബിനെ നമുക്കൊന്ന് തൊള്ളിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. നമ്മൾ സ്വർണ്ണേച്ചി കൊണ്ടുവന്നതാണ് അവിയൽ. ഇതാ മുത്തപ്പൻ്റെ കടല, അട പുഴുങ്ങി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന മുത്തപ്പൻ്റെ കടല ഇത്തത്താ കുത്തിക്കുന്നത് അമ്മായി. പൂങ്കുഴലൂതാൻ പോകും പാൽമുളം കാറ്റിൽ ആലില വീഴും കാവിൽ പോയി വരികേണം. താമരത്തുമ്പിൽ തൂവും തേനിളനീരും വേണ്ടിടുവോളം കണ്ണെ നീ നുകരേണം. എത്താത്ത കൊമ്പിൽ കിളിനാദം കേട്ടു പാടേണം. മോഹങ്ങളെല്ലാം കൊതി തീരും മുൻപ് നേടേണം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളുന്നോവും വേണ്ട. അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാത്താളമില്ല. നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തെ വളരും കുഞ്ഞുമുട്ടേ മെല്ലെ പൂത്തിടു നീ വസന്തം കാത്തിരിപ്പൂ.